ബ്ലെസ്സിൻ്റെമിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിക്കുവാനായിട്ട് കർത്താവ് ഒരുക്കി തരുന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമായ ചില കാര്യങ്ങൾ കർത്താവ് ചെയ്തെടുക്കാൻ പോകുന്നു. ദൈവം തൻ്റെ വചനം ഒരു വ്യക്തിയെ നോക്കി അയച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എന്തിനാണോ വചനം അയച്ചത് ആ കാര്യം സാധ്യമാക്കാതെ ആ വചനം മടങ്ങി വരികയില്ലെന്നാണ് കർത്താവ് തന്നെ അരുളി ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വന്ന് ക്രിയ ചെയ്തിട്ടല്ലാതെ ദൈവവചനം മടങ്ങി വരികയില്ല. ആ ഒരു ഉറപ്പോടുകൂടി ആയിരിക്കണം ഇന്നത്തെ സന്ദേശം കേൾക്കുവാൻ. എല്ലാ മുൻവിധികളും മാറ്റിവെച്ചിട്ട് കർത്താവെ നീ നിന്നെ സ്പർശിക്കണമേ, കർത്താവെ നീ നിന്നെ തൊടണമേ, എൻ്റെ സാഹചര്യങ്ങൾക്ക് എൻ്റെ അവസ്ഥകൾക്ക് ഒരു വലിയ മാറ്റം ഇന്ന് ഈ പ്രഭാതത്തിൽ വരണമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ആ പ്രാർത്ഥനയോടെ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുവാൻ തയ്യാറായിരുന്നാട്ടെ. നിശ്ചയമായിട്ടും ഒരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അതെ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് ആരൊക്കെ നോക്കിയിട്ടുണ്ടോ അവരൊന്നും ഒരു നാളും ലജ്ജിച്ചു പോയിട്ടില്ല. അവർക്ക് വേണ്ടി ദൈവം അന്നും പ്രവർത്തിച്ചിട്ടുണ്ട്, ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ഇനിയും പ്രവർത്തിക്കാൻ പോകുന്നു. നമുക്ക് സങ്കീർത്തന പുസ്തകത്തിലേക്ക് വരാം. സങ്കീർത്തനങ്ങൾ 34:5 അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: കർത്താവിങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയവർ ലജ്ജിച്ചു പോയിട്ടില്ല. ഇന്ന് നിങ്ങളും ഈ ആലോചന കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ എനിക്ക് ഉറപ്പോടെ പറയാൻ പറ്റും, താങ്കൾ ആ വിഷയത്തിൽ ലജ്ജിതനായി തീരുകയില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ ഒരു സ്ഥലത്ത് പോലും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ലജ്ജിച്ചു പോയവരെ പറ്റിയോ തകർന്നു പോയവരെ പറ്റിയോ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. കർത്താവിൻ്റെ മുഖത്തേക്ക് ആരൊക്കെ ഏതൊക്കെ പ്രതിസന്ധികളിൽ നോക്കിയിട്ടുണ്ടോ കർത്താവ് അവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, പിന്നത്തേതിൽ അവരൊരു അത്ഭുത വിഷയമായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഈ വിഷയങ്ങളുടെ നടുവിൽ ഞാൻ എന്ത് ചെയ്യുമെന്നോർത്ത്, എങ്ങനെ ഞാൻ മുൻപോട്ട് പോകുമെന്നോർത്ത് വളരെയധികം കുഴഞ്ഞ അവസ്ഥയിൽ, വളരെയധികം തകർന്ന അവസ്ഥയിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന താങ്കൾ ലജ്ജിച്ചു പോകത്തില്ല. ഞാൻ വീണ്ടും താങ്കളെ നോക്കി അതേ പദം പറയട്ടെ. ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൂ. താങ്കൾ ലജ്ജിതരായി തീരുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. താങ്കൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ താങ്കളെക്കുറിച്ച് ഇപ്പോഴും പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരുമെന്നോർത്ത്, ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ ഒരു വിടുതൽ പ്രാപിക്കുമെന്നോർത്ത്, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുള്ള ശരി കേൾക്കാൻ ആരുമില്ലല്ലോ എന്നൊക്കെ ഓർക്കുന്ന താങ്കളോട് തന്നെയാണ് പരിശുദ്ധ ആത്മാവ് ഈ പ്രഭാതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൂ, താങ്കൾ ലജ്ജിതരായി തീരത്തില്ല. ഹല്ലേലൂയ. അതെ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് ആരൊക്കെ നോക്കിയിട്ടുണ്ടോ അവരൊന്നും ഒരു നാളും ലജ്ജിതരായി തീർന്നിട്ടില്ല. സങ്കീർത്തനം 34:7 വാക്യം കൂടി ശ്രദ്ധിക്കുക: യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. കർത്താവിൻ്റെ ദൂതന്മാർ തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്നു. അതായത് നമ്മെ തകർക്കാൻ വെളിപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴും അതിൻ്റെ നടുവിൽ ആരൊക്കെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നോ അവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. 1, അവരുടെ മുഖം പ്രകാശിതമായി. 2, അവർ ലജ്ജിച്ചു പോകത്തില്ല. 3, കർത്താവിൻ്റെ ദൂതൻ അവർക്ക് ചുറ്റും പാളയമിറങ്ങി വിടുവിക്കും. നിന്നെ തകർക്കേണ്ടതിന് ഇന്ന് നിൻ്റെ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ആ പ്രതികൂല സാഹചര്യത്തിൻ്റെ നടുവിൽ, ആ വിഷയത്തിൻ്റെ നടുവിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ താങ്കളെ പാളയമിറങ്ങി വിടുവിക്കാൻ വേണ്ടി പോകുകയാണ്. കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കിയാൽ മതി. കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കാൻ ഈ സമയങ്ങളൊന്ന് മാറ്റിവെച്ചാട്ടെ. ഈ വചനം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ, ഈ ആലോചന നിങ്ങൾ ശ്രവിച്ച് കഴിയുമ്പോൾ കുറഞ്ഞതൊരു 5 മിനിറ്റെങ്കിലും ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി കർത്താവിലൊന്ന് ആശ്രയിച്ചാട്ടെ. കർത്താവെ, ഞാൻ നിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു, ഞാൻ ലജ്ജിക്കത്തില്ല. ഈ വചനം എന്നോട് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവാണ് സംസാരിച്ചത്, ഞാനിതിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കിയാട്ടെ. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദൂതൻ പാളയമിറങ്ങി നിങ്ങളെ വിടുവിക്കും. നിങ്ങൾ ഇന്ന് വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിരിക്കും.
ഹല്ലേലൂയ. ഏതൊക്കെ പ്രതിസന്ധികൾ, ഏതൊക്കെ വിഷയങ്ങൾ, എത്രയെത്ര അനർത്ഥങ്ങളിലൂടെ ദൈവത്തിൻ്റെ ഭൃത്യന്മാർ കടന്നുപോയി, എത്രയെത്ര പ്രതിസന്ധികളിലൂടെ ദൈവത്തിൻ്റെ ഭൃത്യന്മാർ കടന്നുപോയി. അവരൊക്കെ തകർന്നു പോയോ? അവരൊക്കെ വീണുപോയോ? അവരൊക്കെ ഇല്ലാതായിത്തീർന്നു. ആർക്കുമില്ലാത്ത പ്രശ്നങ്ങളാണ് എന്നെ ഇന്ന് അഭിമുഖീകരിക്കുന്നതെന്നല്ലേ താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? താങ്കളെ നോക്കി പറയട്ടെ, ഈ പ്രശ്നങ്ങൾക്ക് താങ്കളെ തകർക്കാൻ പറ്റത്തില്ല. ഈ പ്രശ്നങ്ങൾക്ക് താങ്കളെ ഉടയ്ക്കാൻ പറ്റത്തില്ല. ഈ പ്രശ്നത്തിന് എന്താണ് പരിഹാരമെന്നല്ലേ ഈ ദിവസങ്ങളിൽ ചോദിച്ചുകൊണ്ടിരുന്നത്? പരിഹാരമാണ് പരിശുദ്ധാത്മാവ് താങ്കളോട് പറഞ്ഞു തരുന്നത്. കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കിക്കോ, താങ്കൾ ലജ്ജിക്കപ്പെടത്തില്ല. അതുമാത്രമല്ല, കർത്താവിൻ്റെ ദൂതൻ താങ്കൾക്ക് വേണ്ടി പാളയമിറങ്ങി തൻ്റെ ഭക്തന്മാരെ വിടുവിക്കും. ഹല്ലേലൂയ. അപ്രകാരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമുക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ദൈവത്തിൻ്റെ അടുക്കലാണ് നാം ആയിരിക്കുന്നത്. ആ ഒരു ഉറപ്പിലും ആ ഒരു ബോധ്യത്തിലും നാം മുൻപോട്ട് പോയാൽ നാം തകരത്തില്ല, നാം ഉടയത്തില്ല, നാം വീണു പോകത്തില്ല. നിങ്ങളെക്കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞു നടക്കുന്ന, നിങ്ങളുടെ മുഖം ലജ്ജിപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ആ ദേശത്തുനിന്ന് ലജ്ജിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങളെക്കുറിച്ച് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്നത്, അല്ലെങ്കിൽ താങ്കൾ ചെയ്യാത്ത തെറ്റുകൾ പോലും താങ്കൾക്ക് വിരോധമായി സംസാരിച്ചുകൊണ്ട് നടക്കുന്നത്. എന്താണ് അവർ ഉദ്ദേശം എന്നറിയാമോ? താങ്കളുടെ മുഖമൊന്ന് വാടണം, താങ്കളുടെ മുഖമൊന്ന് ലജ്ജിക്കണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങൾക്ക് വിരോധമായി സംസാരിക്കുന്നത്. പക്ഷെ അവർക്കറിയത്തില്ലല്ലോ നാം സേവിക്കുന്ന ദൈവം ആരാണെന്ന്. അവർക്കറിയത്തില്ലല്ലോ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ ആരാണെന്ന്. ധൈര്യത്തോടെ ഇരുന്നാട്ടെ, ഉറപ്പോടുകൂടി ഇരുന്നാട്ടെ. ഈ വിഷയങ്ങളുടെ നടുവിലും ഈ പ്രശ്നങ്ങളുടെ നടുവിലും ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൂ. നിങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ല. അവിടുത്തെ ദൂതൻ നിങ്ങൾക്ക് വേണ്ടി പാളയമിറങ്ങി നിങ്ങളെ വിടുവിക്കും. ആ ഉറപ്പിലായിരിക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. ഞാൻ താങ്കൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. താങ്കൾക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് എന്നോടുകൂടെ ചേർന്ന് കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. നമുക്കൊരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ വലിയ പ്രതീക്ഷയോടെ അവർ ഈ വചനത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. വചനം പറയുന്നു, കർത്താവിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ഞങ്ങൾക്ക് ആ വചനത്തിൽ പൂർണ്ണ ബോധ്യമുണ്ട്. ഞങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. ഞങ്ങളെ ലജ്ജിപ്പിക്കേണ്ടതിന്, ഞങ്ങളെ തകർക്കേണ്ടതിന്, ഞങ്ങളെ ഇല്ലായ്മ ചെയ്യേണ്ടതിന് പലരും പല വിധത്തിൽ ഞങ്ങളെ ഉപദ്രവിക്കുന്നത് പോലെ, അല്ലെങ്കിൽ പൈശാചിക ശക്തികളോ മാനുഷിക ശക്തികളോ ഒക്കെ ഞങ്ങൾ അറിയാത്ത മേഖലകളിൽ ഞങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റിട്ടുണ്ട്. ഞങ്ങളിന്ന് അതിലേക്കൊന്നും നോക്കുന്നില്ല നാഥ, അങ്ങയുടെ മുഖത്തേക്ക് മാത്രം നോക്കുകയാണ്. പിതാവേ, ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഈ സന്ദേശം കേട്ട് എന്നോടൊപ്പം ഈ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കൾ ഓരോരുത്തരും അവരായിരിക്കുന്ന എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ ഞങ്ങളോടെല്ലാവരോടും കൂടെ ഇരുന്നാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹപ്രദമായെങ്കിൽ മറ്റൊരാളുടെ അനുഗ്രഹത്തിനായിട്ട് നിങ്ങളിത് ഷെയർ ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സന്ദേശങ്ങൾ ലഭിക്കേണ്ടതിന് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചറിയിക്കാം. ആ നമ്പറിൽ തന്നെ വാട്സപ്പ് അവൈലബിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജുകളായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കാം. കർത്താവ് അനുവദിച്ചാൽ ഇതുപോലെയുള്ള മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നമ്മെ ഓരോരുത്തരെയും തൻ്റെ തങ്കച്ചിറകിനടിയിൽ സൂക്ഷിക്കട്ടെ. ആമേൻ.